കണ്ണൂരിലെ ചരിത്രപ്രസിദ്ധമായ കോട്ടയിലേക്കുള്ള എൻ്റെ സന്ദർശനം ചരിത്രത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയായി എനിക്ക് അനുഭവപ്പെട്ടു. കോട്ടയിലേക്കുള്ള പ്രവേശനം പണമടച്ചാണെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ സൗജന്യമായി തന്നെ കയറാം. കോട്ടയുടെ മുന്നിലുള്ള പിന്നീട് കോലത്തിരിയും സാമൂതിരിയും ഈ കോട്ട ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. 1.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട പിടിച്ചടക്കി. അവർ കോട്ടയിൽ ചില മാറ്റങ്ങൾ വരുത്തിയും ശക്തിപ്പെടുത്തിയും ഡച്ച് ശൈലിയിലേക്ക് ആക്കി മാറ്റി. ഹോളണ്ട്, സീലൻഡിയ, ഫ്രൈസ്ലാൻഡിയ എന്നീ കൊത്തളങ്ങൾ ഡച്ചുകാരുടെ നിർമ്മാണങ്ങളാണ്. 110 വർഷത്തോളം ഡച്ചുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന കോട്ട 1772 ഡച്ചുകാർ 1 ലക്ഷം രൂപയ്ക്ക് ഈ കോട്ട കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജ്യത്തിലെ അലി രാജാവിന് വിറ്റു എന്ന് ചരിത്രം പറയുന്നു. ശേഷം 2 പതിറ്റാണ്ടിനുള്ളിൽ തന്നെ 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. മലബാറിലെ അവരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി ഇത് മാറി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ബ്രിട്ടീഷുകാർ ഇത് സൈനിക ആവശ്യങ്ങൾക്കായും ഉപയോഗിച്ചു പോന്നു. നിലവിൽ സെന്റ് ആഞ്ചലോ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്മാരകമായിട്ടാണ് നിലകൊള്ളുന്നത്. വെട്ടുകല്ലും സുർഖി മിശ്രിതവും ഉപയോഗിച്ചാണ് ഈ ത്രികോണാകൃതിയിലുള്ള കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യത്തിരംഗം ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഇത് 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്നതാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. കോട്ടയ്ക്ക് ചുറ്റും വലിയ കിടങ്ങുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് പുറത്തു നിന്നുള്ള ആക്രമണത്തെ ചെറുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അറബിക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നതിനാൽ കടൽ മാർഗമുള്ള വ്യാപാരത്തിനും സൈനിക നീക്കങ്ങൾക്കും ഈ കോട്ട വളരെ പ്രധാനമായിരുന്നു. പോർച്ചുഗീസുകാർക്ക് ഗോവ കീഴടക്കാനും മാംലൂക്കുകളുമായുള്ള യുദ്ധങ്ങളിലും ഈ കോട്ട ഏറെ നാവിക സഹായം നൽകിയിട്ടുണ്ട്. കോട്ടയ്ക്കുള്ളിൽ നിന്ന് സമീപകാലത്ത് ആയിരക്കണക്കിന് പീരങ്കി ഉണ്ടകൾ, കാനൻ ബോളുകൾ കണ്ടെത്തിയെടുത്തുണ്ട്. ഇത് കോട്ടയുടെ സൈനിക പ്രാധാന്യത്തെയാണ് വിളിച്ചോതുന്നത്. കോട്ടയ്ക്കുള്ളിൽ കണ്ണൂരിലെ ആദ്യകാല എണ്ണവിളക്ക് ലൈറ്റ് ഹൗസിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നാവിക സഞ്ചാരത്തിന് കോട്ട നൽകിയിരുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഈ കോട്ട കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും സമ്പന്നമായ ചരിത്രത്തിലേക്ക് വെളിച്ചം വീഴുന്ന ഒരു പ്രധാന സ്മാരകം കൂടിയാണ്. 5 നൂറ്റാണ്ടുകൾക്കിപ്പുറവും കോട്ട അതിൻ്റെ സർവപ്രതാപത്തോടെ നിലനിൽക്കുന്നുണ്ട്. കോട്ട സജീവമായിരുന്ന കാലത്ത്